മൃദംഗനാഥം പരിപാടിക്ക് കല്ലൂർ സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയ്ക്കെതിരെ കൊച്ചി സ്വദേശി ചെഷയർ ടാർസൺ വിജിലൻസിൽ പരാതി നൽകിയതാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. എസ്റ്റേറ്റ് വിഭാഗത്തിന് പരിപാടിക്കായി സ്റ്റേഡിയം വിട്ടു നൽകാൻ കഴിയില്ലെന്നും ചന്ദ്രൻപിള്ളയുടെ നിർദ്ദേശാനുസരണമാണ് സ്റ്റേഡിയം വിട്ടു നൽകിയതെന്നും മൃദംഗാവിഷന് കൊള്ള ലാഭമുണ്ടാക്കാൻ ചെയർമാൻ കൂട്ടുനിന്നുവെന്നും ചെഷയർ ടാർസൺ ആരോപിച്ചു. സംഭവത്തിൽ GCDAക്ക് വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച ചെയർമാൻ അന്വേഷണ വിധേയമായി GCDA സൈറ്റ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തതായും വ്യക്തമാക്കി. PSL മത്സരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനാണ് സ്റ്റേഡിയത്തിന്റെ ചുമതല. അന്താരാഷ്ട്ര മാനദണ്ഡത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഡിയം കായികേതര പരിപാടിക്ക് വിട്ടു നൽകരുതെന്നും എസ്റ്റേറ്റ് കമ്മിറ്റി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ നിർദ്ദേശം മറികടന്ന് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയുടെ നിർദ്ദേശാനുസരണമാണ് സ്റ്റേഡിയം വിട്ടു നൽകിയതെന്നാണ് വിജിലൻസിന് നൽകിയ പരാതിയിലെ പ്രധാന ആരോപണം. കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടി സംഘടിപ്പിക്കാൻ മൃദംഗവിഷന് അനുമതി നൽകിയത് വഴി അവർക്കുണ്ടായ സാമ്പത്തിക ലാഭത്തിൽ ചെയർമാനും പങ്കുണ്ടെന്ന് ടാർസൺ ആരോപിച്ചു. പൊതുതാൽപര്യമല്ലാത്ത ഒരു വിഷയത്തിൽ ചെയർമാൻ തൻ്റെ ഇല്ലാത്ത അധികാരം ദുർവിനിയോഗം ചെയ്തിട്ട് GCDA ഈ പറയുന്ന സ്റ്റേഡിയം വാടക കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിൽ വന്നേക്കണം അവരുടെ സാമ്പത്തിക ലാഭം. അതിന് ചെയർമാന് പങ്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ അഴിമതിയായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ അനുമതി അന്തിമമല്ലെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് സ്റ്റേഡിയം പരിപാടിക്കായി വിട്ടു നൽകിയതെന്നും ചന്ദ്രൻപിള്ള പ്രതികരിച്ചെങ്കിലും ചെയർമാന്റെ നിർദ്ദേശം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നുവെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത്. അതേസമയം കലൂരിലെ പരിപാടിക്ക് സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ GCDAക്ക് വീഴ്ച പറ്റിയെന്ന് ചെയർമാൻ സമ്മതിച്ചു. ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്ന് അനുമതി ഉണ്ടാകണമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതിൽ വീഴ്ചയുണ്ടായി. വീഴ്ച സംഭവിച്ചതിൽ GCDA നടപടിയെടുത്തെന്നും സൈറ്റ് എഞ്ചിനീയറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായും ചെയർമാൻ അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ GCDA സെക്രട്ടറിക്ക് ചുമതല നൽകിയതായും ചെയർമാൻ വ്യക്തമാക്കി. എസ്റ്റേറ്റ് കമ്മിറ്റിക്ക് അവരുടെ ബോധ്യം അനുസരിച്ച് അഭിപ്രായം എഴുതാം, പക്ഷെ അത് അന്തിമമല്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അതിൽ തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം എടുക്കുന്നതിൽ ചെറിയ ചെയർമാൻ അടക്കമുള്ള ആൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതിൽ താൽക്കാലികമായ സംവിധാനം ഉണ്ടാക്കിയത് തെറ്റാണ്, ഞങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ്. അതിനവർ സമാധാനം പറയേണ്ടി വരും. വീഴ്ചകൾ ആരുടേതാണെന്നുള്ളത് പോലീസിന്റെ റിപ്പോർട്ട് വരട്ടെ, നമുക്കതനുസരിച്ച് ചെയ്യാം. ഞങ്ങളുടെ പരിശോധന വരാൻ പോകുന്നുണ്ട്. GCDA ന്യായീകരിക്കാതെയാണ് യോഗത്തിലെത്തിയ എക്സിക്യൂട്ടീവ് അംഗം കൊച്ചി മേയർ M. അനിൽകുമാറിന്റെ പ്രതികരണം. സംഘാടനത്തിൽ പിഴവുണ്ടായെന്ന് മേയർ ആവർത്തിച്ചു. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായി നമ്മൾ ചർച്ച ചെയ്തതിനു ശേഷം എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തും. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംഭവിച്ചത് നാടകീയ രംഗങ്ങളായിരുന്നു. ഇതിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ചേംബറിലേക്ക് ഇടിച്ചു കയറി. പ്രതിഷേധത്തിനിടയിൽ GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള, കൊച്ചി MLA മാക്സി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തട്ടിക്കയറി. അധികൃതരുടെ നിർദ്ദേശപ്രകാരം ചേംബറിലേക്ക് കടന്നുവന്ന പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് മലയാളം, കൊച്ചി.